Hello dear students, welcome back to Level Up Learning Platform. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് ആണ്. അതായത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സബ്ജക്റ്റിലെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചാപ്റ്റർ 4ലെ എസ്എ ക്വസ്റ്റ്യൻ ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രോബ്ലം സൈഡ് നോക്കാം. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. This method takes into account the time value of money. ടൈം വാല്യൂ ഓഫ് മണി, അതായത് മണിയുടെ വാല്യൂ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ്. 10 വർഷം മുൻപ് ഉണ്ടായിരുന്ന ഒരു രൂപയുടെ വാല്യൂ അല്ല ഇന്നുള്ളത്. അല്ലെങ്കിൽ ഡോളർ റേറ്റ് നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ ഒരു ടൈം വാല്യൂവിനെ കൺസിഡർ ചെയ്യുന്ന മെത്തേഡാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു തരത്തിൽ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് 5 ഇയേഴ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പലപ്പോഴും 5 ഇയേഴ്സ് കഴിഞ്ഞ് ഉള്ളൊരു ഫിഗർ എടുക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു 10,000 രൂപയുടെ വാല്യൂ അന്നത്തെ 10,000 രൂപയ്ക്ക് ഉണ്ടാവണമെന്നില്ല. സോ ടൈം വാല്യൂ വെച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ഫിഗർ കൊണ്ടാണ് നമ്മൾ NPV വഴി പ്രോഫിറ്റബിലിറ്റി കണ്ടെത്തുന്നത്. In this method, the entrepreneur fixes an acceptable minimum rate of return for evaluating the profitability of the investment. So ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺട്രപ്രണർ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റേറ്റ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യുന്നത്. Using this rate, the future flows are discounted to arrive at the present value. ഈ ഒരു റേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇൻഫ്ലോസിനെ എല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്യുന്നത്, പ്രസന്റ് വാല്യൂവിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. If the total present value of inflows is greater than the total present value of investment, the project is profitable and can be accepted, otherwise rejected. So എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന പ്രസന്റ് വാല്യൂസിന്റെ ടോട്ടല് നമ്മുടെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രസന്റ് വാല്യൂവിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രൊജക്റ്റ് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രസന്റ് വാല്യൂവിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാം. അതർവൈസ്, അതായത് ഇൻഫ്ലോസ് കുറവാണ്, ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കുറവാണ് ഇൻഫ്ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ആ പ്രോജക്റ്റിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി NPV കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. പറഞ്ഞ ഇക്വേഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ആണ് ഇക്വേഷൻ വരുന്നത്. ഡിവിഷൻ അല്ല, അവിടെ സബ്സ്ട്രാക്ഷൻ ആണ്, മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. Compute the net present value for a project with net investment of 1 lakh and the following cash inflows. Cost of the capital is 10%. First year inflow 55,000, second year 80,000 and third year 15,000. Present value factor for 3 years at 10% rate 0.909, 0.826, 0.751. So ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓരോ ഇയർലിയും ഇൻഫ്ലോസ് 55,000, 80,000, 15,000 അങ്ങനെ ഓരോ ഇയർലിയും ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10%ൽ ഓരോ വർഷത്തേക്കുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. ഈ 10% എന്ന് പറയുന്നത് നമുക്ക് മാറാട്ടോ, 12% ആകാം, 15% ആകാം. പക്ഷെ കോമൺലി നമ്മുടെ +2ൽ നമുക്ക് എപ്പോഴും NPVയിൽ 10% തന്നെയാണ് തരാറുള്ളത്. അതുപോലെ തന്നെ ഹിന്റ് ആയിട്ട് ഈ ഡിസ്കൗണ്ടിങ് ഫാക്ടറിന്റെ എമൗണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. സോ പേ ബാക്ക് പീരീഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ NPV കാണാനും ഇവിടെയും 4 കോളംസ് വരയ്ക്കണം. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം ഇൻഫ്ലോ, third column PV factor at the rate of 10%, then PV of inflow. PV means present value. ഇയറിന്റെ കോളത്തിൽ ഓരോ ഇയേഴ്സ് ആയിട്ട് കൊടുക്കുക. 1, 2, 3 3 ഇയേഴ്സിലെ ഇൻഫോർമേഷൻസ് ആണ് നമുക്കുള്ളത്. സോ 3 ഇയേഴ്സിന്റെ 1, 2, 3 എന്ന് കൊടുത്തു. ദെൻ ഇൻഫ്ലോസ് ഓരോ ഇയറിലെയും ഇൻഫ്ലോ എഴുതി. ഫസ്റ്റ് ഇയറിൽ 55,000, സെക്കൻഡ് ഇയറിൽ 80,000, തേർഡ് ഇയറിൽ 15,000. ഇതുപോലെ തന്നെ PV factor at the rate of 10%ഉം എഴുതാം. ഏതൊക്കെയാണ്, 0.909, 0.826, 0.751. ഇനി ഇൻഫ്ലോന്റെ PV കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ഇൻഫ്ലോനെ
PV ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ 55,000 ഇൻറ്റു 0.909 എന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് 49,995 എന്നുള്ള ആൻസർ കിട്ടും. ദെൻ സെക്കൻഡ് ഇയറിൽ കാണാൻ എന്ത് ചെയ്യണം? 80,000 ഇൻറ്റു 0.826 ചെയ്യണം. സോ 66,080 കിട്ടും. ദെൻ 15,000 ഇൻറ്റു 0.751 ഫോർ തേർഡ് ഇയർ 11,265. ജസ്റ്റ് ഇൻഫ്ലോനെ PV ഫാക്ടർ ആയിട്ട് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് PV ഓഫ് ഇൻഫ്ലോ എന്നുള്ള ലാസ്റ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? ഈ എല്ലാ, അതായത് നമ്മളുടെ PV നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 3 ഇയേഴ്സിലെയും PVനെ നമ്മൾ ആഡ് ചെയ്യണം. 49,995 പ്ലസ് 66,080 പ്ലസ് 11,265 ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്ന PV ആണ് 1,27,340 എന്ന് പറയുന്നത്. 1,27,340. ഇതിൽ നിന്നും നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള 1 lakh, കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് 1 lakh നമ്മൾ മൈനസ് ചെയ്യുക. അപ്പം നമുക്കിവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫിഗർ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? 1,27,340 നിന്നും 1 lakh മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 27,340 കിട്ടും. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഫിഗർ ആണ് വരുന്നതെങ്കിൽ എന്താണ്, ഈ പ്രോജക്റ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിന് കുറച്ചും കൂടെ വലിയൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഇലുസ്ട്രേഷൻ 1ൽ നമ്മൾ ഒരു മെഷീൻ്റെ ആണ് കണ്ടത്. ഇവിടെ വരുമ്പോൾ എന്താണ്, 2 മെഷീനറീസ് ഉണ്ട്. ഇതാണ് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഇതും അടുത്തൊരു പ്രോബ്ലം 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. Navaratna Limited is considering the purchase of a new machine. 2 alternative machine X and machine Y are available, each costing 4 lakh. Earning after tax but before depreciation are expected to be as follows. അപ്പോൾ ഓരോ മെഷീനിൻ്റെയും ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോസ് ആണ് താഴെ തന്നിട്ടുള്ളത്. 40,000, 1,20,000, 1,60,000, 2,40,000, 1,60,000. ടോട്ടൽ 7,20,000. വൈയുടെ ഇൻഫ്ലോസ് എന്ന് പറയുന്നത് 1,20,000, 1,60,000, 2 lakhs, 1,20,000, 80,000. ടോട്ടൽ വരുന്നത് 6,80,000. ഇനി ഇതിൻ്റെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10% ആണ്. അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂ ഫാക്ടർ 10%ൽ ഏതൊക്കെയാണെന്നുള്ളത് ഇത്ര വർഷത്തേക്കുള്ളതാണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? 4 കോളം വരയ്ക്കണം. ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു ടേബിൾ ആയിട്ട് തന്നെ ചെയ്യാം. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടേബിളിലാണ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുള്ളത് 2 എണ്ണത്തിൻ്റെയും. പക്ഷെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ 2 മെഷീൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്നത് മെഷീൻ എക്സ് ആണ്, താഴെ കൊടുത്തിരിക്കുന്നത് മെഷീൻ വൈ ആണ്. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇയർ, ക്യാഷ് ഇൻഫ്ലോ, ഡിസ്കൗണ്ട് ഫാക്ടർ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. സോ ഇയറിൽ എത്ര വർഷമുണ്ടോ അത്രയും കൊടുക്കുക, 1 2 3 4 5. ദെൻ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുള്ളത് പോലെ തന്നെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യനിലുള്ള ക്യാഷ് ഇൻഫ്ലോ എന്നുള്ളത്. അത് നമ്മൾ പകർത്തി എഴുതുന്നു. അതേപോലെ തന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് നമ്മൾ എഴുതുന്നു. അതിനുശേഷം എന്താണ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ഓരോ ക്യാഷ് ഇൻഫ്ലോനെയും അതത് വർഷത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 40,000 ഇൻറ്റു 0.909, 36,360. Then 1,20,000 into 0.826, 99,120. 1,60,000 into 0.751, 1,20,160. 2,40,000 into 0.683, 1,63,920. 1,60,000 into 0.621, 99,360. ഇനി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമുക്ക് കിട്ടിയ എല്ലാ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 5,18,920. സെയിം പ്രൊസീജിയർ നമ്മൾ മെഷീൻ 2ലും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, മെഷീൻ എക്സിൻ്റെ തന്നെ ഇൻഫ്ലോസ് എഴുതരുത്. മെഷീൻ വൈയുടെ ആണ് ഇൻഫ്ലോസ് നമ്മളിവിടെ എഴുതേണ്ടത്.
കുറച്ച് കാൽക്കുലേഷൻസ് ഡിഫിക്കൽട്ടി ഉള്ളതാണ്, ബിക്കോസ് നല്ല വലിയ ഫിഗേഴ്സ് ആണ് ക്യാഷ് ഇൻഫ്ലോസിൽ, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടറിൽ പോയിന്റ് ഉള്ള ഫിഗേഴ്സും ആണ് വരുന്നത്. സോ തെറ്റാതെ കാൽക്കുലേറ്ററിൽ കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. സോ സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോസ് ആണ് 1,20,000, 1,60,000, 2 lakh, 1,20,000, 80,000 ഉള്ളത്. ഇത് ഓരോ ഇയേഴ്സിലെയും ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1,20,000 ഇൻറ്റു 0.909, 1,90,000 9,080, then 1,60,000 into 0.826, 1,32,160, 2 lakh into 0.751, 1,50,200, 1,20,000 into 0.683, 81,960, and 80,000 into 0.621, 49,680. then ഇതും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഈ 5 ഇയേഴ്സിലെയും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 5,23,080 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് മെഷീൻ്റെയും ടോട്ടൽ ആയിട്ടുള്ള NPV കിട്ടി. ഫസ്റ്റ് വണ്ണിൻ്റെ എത്രയാണ്? 5,18,920. സെക്കൻഡ് വണ്ണിൻ്റെ മെഷീൻ വൈയുടെ വരുന്നത് 5,23,080 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും വലിയ ഫിഗർ വരുന്നത് മെഷീൻ വൈക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? മെഷീൻ വൈ തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് 4 lakh മൈനസ് ചെയ്യണം. ഇതിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാം ഇതിലേതാണെന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് നമ്മൾ മൈനസ് ചെയ്യാത്തത്. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? 5,18,920 നിന്നും 4 lakh മൈനസ് ചെയ്യണം. അപ്പോൾ 18,920 ലഭിക്കും. ഇനി മെഷീൻ 2ന്റെ കേസ് ആണെങ്കിൽ 5,23,008 നിന്ന് നമ്മൾ 4 lakh മൈനസ് ചെയ്യണം. അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ ഏതാണ് പ്രോഫിറ്റബിൾ ആണെന്നുള്ളത് കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് വിസിബിളി അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഫിഗർ 5,23,080 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മെഷീൻ വൈ ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് മെഷീൻ വൈ ആയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ സിമിലർ ആണ്, അതായത് NPV ആയിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സും NPV പോലെ തന്നെയാണ്. പക്ഷെ ലാസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? ഇവിടെ ഡിവിഷൻ ആണ് ചെയ്യുക. If there are two machines of same investment cost, it is very easy to take decision. But if the investment cost is different, profitability index method is used. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിലാണെങ്കിലും മെഷീൻ എക്സിൻ്റെയും മെഷീൻ വൈയുടെയും കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ടിനും 4 ലക്ഷം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഡിഫറെൻ്റ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിൽ എല്ലാം നമ്മൾ NPV ചെയ്യുന്ന പോലെ തന്നെ എല്ലാം പ്രൊസീജിയേഴ്സും സെയിം ആണ്. ലാസ്റ്റ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നതിന് പകരം ഇനീഷ്യൽ കോസ്റ്റ് ഡിഡക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. Calculate the present value of two projects and state which of the project should be considered assuming a discounting rate of 10%. അപ്പോൾ ഇവിടെ നമുക്ക് 2 projects ആണ് ഉള്ളത്. ഡിസ്കൗണ്ടിങ് റേറ്റ് വരുന്നത് 10% ആണ്. ഓരോ പ്രൊജക്റ്റിനും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 40,000 and 60,000. എസ്റ്റിമേറ്റഡ് ലൈഫ് പറഞ്ഞിട്ടുള്ളത് രണ്ടിനും 5 years ആണ്. ഇനി ഇതുവരെ നമ്മൾ കാണാത്തൊരു സംഭവമാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ലാസ്റ്റ് അതിൻ്റെ എൻഡ് ഓഫ് ദ ലൈഫിൽ നമുക്കത് കൊടുക്കുമ്പോൾ സ്ക്രാപ്പായിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം. സോ പ്രൊജക്ട് എയുടെ സ്ക്രാപ്പ് വാല്യൂ 3,000 ആണ്, പ്രൊജക്ട് ബിയുടെ 4,000 ആണ്. ഇനി ഓരോ ഇയേഴ്സിലെയും ഇൻഫ്ലോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് എയുടെ 11,000, 17,000, 8,000, 6,000 ആൻഡ് 5,000 റെസ്പെക്റ്റീവ്ലി. പ്രൊജക്ട് ബി 34,000, 26,000, 13,000, 5,000 and 4,000 റെസ്പെക്റ്റീവ്ലി. സോ ഇവിടെ നമ്മൾ NPV ചെയ്യുന്ന പോലെ തന്നെ റിപ്പീറ്റ് 4 കോളം ടേബിള് വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിൽ ഇയർ, സെക്കൻഡ് കോളം ഇൻഫ്ലോ, തേർഡ് കോളം PV at the rate of 10%, ഫോർത്ത് കോളം PV. ഇത് മെഷീൻ എക്സ് എയുടെ ആണ്, ഇത് പ്രൊജക്ട് ബിയുടെ ആണ്. പ്രൊജക്ട് എ ഇത് പ്രൊജക്ട് ബിയുടെ ആണ് സെക്കൻഡ് ടേബിൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടേബിളിൽ, അതായത് പ്രൊജക്ട് എയുടെ ടേബിളിൽ നമ്മൾ ഇയേഴ്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഇയേഴ്സിൻ്റെയും ഇൻഫ്ലോസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു.
11,000, 17,000, 8,000, 6,000, 5,000. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സ്ക്രാപ്പ് എന്നും പറയുന്നത് നമ്മുടെ ഇൻഫ്ലോ തന്നെയാണ്. അതായത് നമ്മൾ ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് ഇയറിലാണോ, അതായത് ലാസ്റ്റ് ആയിരിക്കും എപ്പോഴും സ്ക്രാപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ 5th ഇയറിൻ്റെ താഴെ നമ്മൾ സ്ക്രാപ്പ് നേടിയിട്ട് ഈ ഒരു വാല്യൂം കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. 3,000 എന്ന് പറയുന്ന വാല്യൂം കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഓരോ വർഷത്തെയും പി വി ഫാക്ടർ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 11,000 ഇൻറ്റു 0.909, 17,000 ഇൻറ്റു 0.826, 14,000 42, 8,000 ഇൻറ്റു 0.751, 6,008, 6,000 ഇൻറ്റു 0.683, 4,098, 5,000 ഇൻറ്റു 0.621, 3,105. ഇനി നമുക്ക് ഉണ്ടാകാവുന്ന സംശയമാണ്, ഈ 3,000 എന്ത് പി വി ഫാക്ടർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ 5th ഇയറിലാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇയറിൽ തന്നെ പി വി ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്യാം? 5th ഇയറിൽ തന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്യാം. അതായത് 0.621. അപ്പോൾ 3,000 ഇൻറ്റു 0.621, 1,863. ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ ഈ എല്ലാ പി വിസും നമ്മൾ ആഡ് ചെയ്യണം. ഇതെല്ലാം തന്നെ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 39,115 എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് പ്രോജക്റ്റ് ബിയുടെ കാര്യങ്ങളും ചെയ്യണം. ഇയർ കൊടുത്തു 1, 2, 3, 4, 5. ഇൻഫ്ലോസ് നമ്മൾക്ക് തന്നിട്ടുള്ള ഇൻഫ്ലോസ് 34,000, 26,000, 13,000, 5,000, 4,000 ആൻഡ് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള 4,000. ഇത് എടുത്ത് എഴുതാനായിട്ട് മറന്നു പോകരുത്. സ്ക്രാപ്പ് വാല്യൂ 4,000. Then PV factors കൊടുക്കുന്നു 0.909, 0.826, 0.751, 0.683, 0.621. Again നമ്മൾ സ്ക്രാപ്പ് ചെയ്യേണ്ടത് 5th ഇയറിൽ തന്നെ PV ഫാക്ടർ ആയിട്ടാണ് 0.621. ഇപ്പോൾ ഇവിടെ നമ്മൾ 4 ഇയേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 4 ഇയേഴ്സ് വരെയാണ് നമ്മുടെ ഇൻഫ്ലോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഇവിടെ സ്ക്രാപ്പ് ചെയ്തിട്ട് ആ 4th ഇയറിൽ പി വി ഫാക്ടർ വേണം എടുക്കാനായിട്ട്. 0.683 ആണ് എടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ 5 ഇയേഴ്സ് ഉള്ളത് കൊണ്ടാണ് സ്ക്രാപ്പ് വാല്യൂ 5th ഇയർലി ആയിട്ട് എടുത്തത് കേട്ടോ. ഇനി പി വി ഫാക്ടർ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലോസിനെ പി വി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 34,000 ഇൻറ്റു 0.909, 26,000 ഇൻറ്റു 0.826, 13,000 ഇൻറ്റു 0.751. അങ്ങനെ നമ്മൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇതെല്ലാം തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് നമ്മൾ അഡീഷൻ ചെയ്യാണ്, കൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് 70,528 എന്നുള്ളത്. ഇനി എൻ പി വി ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണെന്നുള്ളത് നമ്മളത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? രണ്ട് പ്രൊജക്റ്റിന്റെയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. 40,000ഉം 60,000ഉം ആയതുകൊണ്ടാണ് നമ്മളിത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായത്. അതേസമയം രണ്ട് പ്രോജക്റ്റും 40,000ഉം 40,000ഉം ആയിരുന്നെങ്കിൽ നമ്മൾ എൻ പി വി തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ പ്രൊജക്ട് എയുടെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രൊജക്ട് എയുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് 39,115 ആണ്. അത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് എയുടെ വരുന്നത് 40,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.98 എന്നുള്ളത്. അതുപോലെ തന്നെ ബിയുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് 70,528 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊജക്ട് ബിയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 60,000. സോ ആൻസർ ഇസ് 1.18. ഇനി ഇത് തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും വലിയ ഫിഗർ, ഹയസ്റ്റ് ഫിഗർ ഏതാ വരുന്നത്? പ്രൊജക്ട് ബിയുടെ ആണ് 1.18. സോ നമ്മൾ പ്രൊജക്ട് ബി ആണ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.